സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഇന്ന് നാം ഏവർക്കും പരിചയമുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവാംശമാണ് മുരുകൻ. അപ്പൊ എല്ലാവർക്കും മുരുകനെ കുറിച്ച് ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും അറിയുവാൻ കഴിയുമായിരിക്കാം. അല്ലെങ്കിൽ പലരും അതിനെ ആരാധിക്കുന്നു, എന്തു പറയാം, വളരെയധികം ഭക്തിപൂർവം അതിനെ കാണുന്നു. ഭഗവാൻ എന്ന നാം നാമകരണം ചെയ്ത നാം നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ട് പുറം ലോകത്തെ തേടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിന്ന് ലോകത്ത് കാണുവാൻ കഴിയും. കാരണം ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഈ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പലർക്കും അംഗീകരിക്കാം, അംഗീകരിക്കാതെ ഇരിക്കാം. കാരണം ദൈവം എന്നത് നമ്മൾ പഠിക്കുന്ന സകലമാന വേദഗ്രന്ഥങ്ങളും എടുക്കുമ്പോൾ അതിനകത്തെല്ലാം പറയും. ഉദാഹരണത്തിന് ഈശോവാസ്യ ഉപനിഷത്ത് എടുത്താൽ അതിൽ ആദ്യത്തെ വാചകത്തിൽ പറയുന്നു, ഈശോവാസ്യം ഇതം സർവം യത്കിന്ത്യാം ജഗത്യാം ജഗത്. ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഓക്കെ, സന്തോഷം. അപ്പോൾ ഒരു ചോദ്യം എത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ ഇല്ലേ? ഈശ്വരൻ സകല വ്യാപി, സർവവ്യാപി, എല്ലായിടത്തും ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ ആ ദൈവത്തെ ഞാൻ എന്തുകൊണ്ട് വെളിയിലേക്ക് തേടും? അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ മുരുകൻ കാണിച്ചു തന്നത്. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. മുരുകനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ശിവനും പാർവതിക്കും ജനിച്ച ഒരു പുത്രനായിട്ട് എല്ലാവരും കാണും. ശിവനും പാർവതിക്കും